യാത്രാസുഖം, വിശാലമായ സൗകര്യം, സാമ്പത്തിക സമാധാനം, വിശ്വസ്തനായ എഞ്ചിൻ, ഇതെല്ലാം കൂടി ചേർന്നാൽ അത് ഇന്നോവയായി. 1970കളിൽ ഇന്നോവേറ്റീവ് മൾട്ടിപർപ്പസ് വെഹിക്കിൾ എന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ഹിലക്സ്, ഫോർച്യൂണർ, ഇന്നോവ എന്നിവ ഒറ്റ പ്ലാറ്റ്ഫോമിലാണ് ടൊയോട്ട നിർമ്മിച്ചത്. 1977ൽ ഇന്തോനേഷ്യയിലാണ് കിജാങ് എന്ന പേരിൽ ഇന്നോവ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. ഏഷ്യയിൽ വൻ വിജയമായി തുടരുകയും പിന്നീട് 2005ൽ ടൊയോട്ട കോളിസിന് പകരക്കാരനായി ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ആദ്യ മോഡൽ തന്നെ വൻ വിജയമായതിനെ തുടർന്ന് 2016ൽ ഇന്നോവ ക്രിസ്റ്റയും 2022ൽ മൂന്നാമത്തെ എഡിഷനായ ഹൈക്രോസ് നിലവിൽ വന്നു. ദീർഘദൂര യാത്രകൾക്ക് വേണ്ടി മാത്രം ഇന്ത്യയിൽ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ആളുകളുടെ എല്ലാ മനസ്സിലേക്ക് ഓടി വരുന്നത് ആ റോഡിൽ പതിഞ്ഞ് നിശബ്ദനായി പോയിക്കൊണ്ടിരിക്കുന്ന ഇന്നോവ തന്നെയാണ്. 20 വർഷം കൊണ്ട് 12 ലക്ഷത്തിലധികം യൂണിറ്റുകളാണ് ഇന്ത്യയിൽ ഇന്നോവ വിറ്റുപോയിട്ടുള്ളത്. 10 ലക്ഷത്തിലധികം കിലോമീറ്ററുകൾ ഓടിയ വാഹനം ഇന്നും മാർക്കറ്റ് ഇടിയാതെ നിൽക്കുന്നു. അതിൻ്റെ ജൈത്രയാത്ര കിലോമീറ്ററുകൾ കണക്കെ ഇന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു.